നമസ്കാരം. ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം. പ്രഥമ മലയാളിയായ AICC പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻകുട്ടിയുടെ ചരമ വാർഷിക ദിനത്തിൽ KPCC ആസ്ഥാനത്ത് ശാസ്ത്രമംഗലത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രോട്ടോകോൾ പ്രകാരം മാറിയിരുന്ന പാലോട് രവിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയും ഒപ്പം ചേറ്റൂർ ശങ്കരൻ നായരുടെ ചരമവാർഷികത്തിൻ്റെ ചടങ്ങുകളും മറ്റു വാർത്തകളുമാണ്. വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ TN പ്രതാപൻ XMP അവർ, ആദരണീയനായ ഉദ്ഘാടകൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനീയനായ മുൻ അധ്യക്ഷൻ ശ്രീ K മുരളീധരൻ XMP അവർ, ഏറ്റവും ബഹുമാനീയരായ നേതാക്കളെ, സഹപ്രവർത്തകർ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ഏക മലയാളിയാണ് ആദരണീയനായ ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ അവർ. 1897 അമരാവതിയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത അദ്ദേഹം ഇന്ത്യാ ചരിത്രത്തിൽ തന്നെ അവിസ്മരണീയമായ സംഭാവനകൾ നൽകിയ മഹാനായ നേതാവാണ്. മലയാള നാട് ജന്മം കൊടുത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മഹാരഥന്മാരിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സമുചിതമായി ആചരിക്കുകയാണ്. വിവിധ തലങ്ങളിൽ സ്വാതന്ത്ര്യസമര സേനാനി എന്ന തലത്തിൽ മാത്രമല്ല ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യാ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പ്രമുഖനായ അഭിഭാഷകൻ, പ്രമുഖനായ ന്യായാധിപൻ, ഇന്ത്യയിൽ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണൻ, ഭരണഘടനാ വിദഗ്ധൻ ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരുടെ വിശേഷണങ്ങൾ അനവധിയാണ്. കേവലം 40 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനമേറ്റത്. 40-ാം വയസ്സിൽ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ പണ്ഡിതന്മാരും അഭിഭാഷകരുമൊക്കെ ഇരുന്ന ആദ്യകാല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ എത്തിച്ചേർന്നത് അദ്ദേഹത്തിന്റെ കർമ്മകുശലത കൊണ്ടാണ്. അന്നത്തെ മദ്രാസ് സംസ്ഥാനത്തിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനായിരുന്നു അദ്ദേഹം. ഒരു ബാരിസ്റ്റർ ബിരുദം, വിദേശത്ത് പഠിച്ച് ബാരിസ്റ്റർ ബിരുദം നേടിയെടുക്കാതെ തന്നെ മദ്രാസ് സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃത്തിയിലുള്ള പ്രാമുഖ്യം, അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം കണക്കിലെടുത്താണ് അദ്ദേഹത്തെ അന്നത്തെ മദ്രാസ് ഹൈക്കോടതിയുടെ ജഡ്ജായി നിയമിക്കുന്നത്. മലബാറിലെ വിദ്യാഭ്യാസ നിയമം, മലബാറിലെ വിവാഹ നിയമങ്ങൾ എഴുതിയുണ്ടാക്കിയത് അദ്ദേഹമാണ്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ, ദേശീയവാദി എന്ന നിലയിൽ ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരുടെ സേവനങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. പ്രഗത്ഭനായ അഭിഭാഷകനും ന്യായാധിപനുമായിരുന്ന, വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു വകുപ്പിന്റെ, വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിച്ചു. ഇന്നത്തെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ തുല്യമായ പദവിയാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിദ്യാഭ്യാസ പദവി ഏറ്റെടുക്കുന്നത്. അപ്പൊ ആ സ്ഥാനത്തിരുന്ന ആളായിരുന്നു അദ്ദേഹം. പക്ഷെ ദേശാഭിമാന പ്രചോദനായ അദ്ദേഹം 1919 ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഹീനമായ കൂട്ടക്കൊലകളിലൊന്നായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട്, മൈക്കിൾ ഒ ഡയറിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ബ്രിട്ടീഷ് രാജാധികാരത്തെ വെല്ലുവിളിച്ച ആളാണ്. മൈക്കിൾ ഒ ഡയർ അദ്ദേഹത്തിനെതിരെ ഇംഗ്ലണ്ടിലെ കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. സ്വയമാണ് അദ്ദേഹം അവിടെ വാദിച്ചത്. പ്രഗത്ഭനായ അഭിഭാഷകനും ന്യായാധിപനുമായ അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ നൃശംസതകളെ മുഴുവൻ ആ ബ്രിട്ടീഷ് മണ്ണിൽ തന്നെ തുറന്നു കാണിച്ചുകൊണ്ട് നടത്തിയ അത്യുജ്വലമായ വാദം ലോക ന്യായ ചരിത്രത്തിൽ തന്നെ ഒരു മികച്ച ഏടാണ്. അന്നത്തെ 12 അംഗ ജൂറിമാരിൽ 11 വെള്ളക്കാരും അദ്ദേഹത്തിനെതിരെ വിധി എഴുതിയപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി വിധി എഴുതിയ ലോകപ്രശസ്ത തത്വചിന്തകനായ ഹാരോൾഡ് ലാസ്കിയാണ് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർക്ക് അനുകൂലമായി വിധി എഴുതിയത്. ബ്രിട്ടീഷ് കോടതി വിധിച്ച 7000-ഓളം പൗണ്ട്, അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു തുകയാണ്. 7000 പൗണ്ട് തുക അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷ് കോടതികൾ നഷ്ടപരിഹാരമായി വിധിച്ചു. മൈക്കിൾ ഒ ഡയർ
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത നരാധമനായ ജനറൽ അദ്ദേഹത്തോട് പറഞ്ഞത് മാപ്പ് പറഞ്ഞുകൊണ്ട് പണമടയ്ക്കാതെ പോകാനാണ്. പക്ഷെ അദ്ദേഹം ചെയ്തത് അങ്ങനെ ഒരു ബ്രിട്ടീഷുകാരന്റെ ഔദാര്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ ഭീമമായ തുക ബ്രിട്ടീഷ് കോടതിയിൽ കെട്ടിവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് പണമല്ല വിഷയം, ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ മനുഷ്യത്വ വിരുദ്ധമായ നടപടികളാണ്. ഇവിടെ ഉയർത്തി കാണിക്കുന്നത് ജാലിയൻ വാലാബാഗിലെ രക്തസാക്ഷികളുടെ ചോരയുടെ വിലയാണ്. അങ്ങനെ ആ പണം അടച്ചുകൊണ്ടാണ് അദ്ദേഹം തിരികെ വന്നത്. അങ്ങനെ ഇന്ത്യ ചരിത്രത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച മഹാനായ നേതാവിനെയാണ് ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആദരിക്കുന്നത്, അദ്ദേഹം സ്മരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ബഹുമാന്യനായ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, ചേറ്റൂർ ഫൗണ്ടേഷന്റെ ചെയർമാൻ കൂടിയായ ശ്രീ ടി.കെ. നായർ സ്ഥലത്ത് ചേർന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആദരണീയനായ ശ്രീ ടി.എൻ. പ്രതാപൻ അവരുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് അത്യുജ്വലമായ നേതൃത്വം നൽകിയ, ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചും കേരള ചരിത്രത്തെക്കുറിച്ചും കൃത്യമായ ധാരണകളുള്ള ശക്തനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ ശ്രീ കെ. മുരളീധരൻ XMP അവர்களാണ് ആദരവോടെ KPCCക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത്. ഇന്ന് നമുക്ക് വേണ്ടി മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ചേറ്റൂർ ശങ്കരൻ നായർ ഫൗണ്ടേഷന്റെ ചെയർമാനും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ IAS ഉദ്യോഗസ്ഥനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നമ്മുടെ നാടിന് അവിസ്മരണീയമായ സംഭാവനകൾ നൽകിയ ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്മരണകൾ ഇന്നും പ്രോജ്വലമായി നിലനിർത്തുന്ന ശ്രീ ടി.കെ. നായർ സാർ ആണ്. അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഒന്ന് വരാമെന്ന് സമ്മതിച്ചു. അത് KPCCയെ സംബന്ധിച്ചൊരു ബഹുമതിയാണ്. ആദരവോടെ ശ്രീ ടി.കെ. നായർ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വേണ്ടി ആശംസാ പ്രസംഗം നടത്തുന്നത് ചേറ്റൂർ ഫൗണ്ടേഷന്റെ സെക്രട്ടറി പ്രൊഫസർ ശ്രീ S. രാജശേഖരൻ നായർ സാറാണ്. അദ്ദേഹം ചരിത്ര അധ്യാപകനാണ്. ചേറ്റൂർ ശങ്കരൻ നായർ സാറിന്റെ സ്മരണകൾ നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ സംഭാവനകൾ നമ്മുടെ നാടിന്റെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാൻ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്ന ശ്രീ രാജശേഖരൻ നായർ സാറിനെ ഈ യോഗത്തിൽ ആശംസാ പ്രസംഗം നടത്തുവാൻ വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. ഈ യോഗത്തിൽ ബഹുമാന്യരായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യരായ ഭാരവാഹികൾ, ഉപാധ്യക്ഷന്മാർ, ശ്രീ മുൻ സ്പീക്കർ കൂടിയായ ശ്രീ N. ശക്തൻ അവർ, KPCCയുടെ ഉപാധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ VP സജീന്ദ്രൻ അവർ, KPCC ഉപാധ്യക്ഷൻ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ ചെറിയാൻ ഫിലിപ്പ് അവർ, ബഹുമാന്യരായ KPCC തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ, തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ അധ്യക്ഷനും ഈ ഒരു പരിപാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എപ്പോഴും ഉയർന്നു സംസാരിക്കുന്ന ശ്രീ പാലോട് രവി XMLA അവർ, ഗാന്ധി ദർശൻ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പ്രമുഖ ഗാന്ധിയൻ ശ്രീ VC കബീർ മാസ്റ്റർ XMLA, ആദരണീയനായ മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ അധ്യക്ഷനും ചേറ്റൂർ ശങ്കരൻ നായർ സാറിനെ കുറിച്ച് വളരെ മികച്ച നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഡോക്ടർ ശ്രീ K. മോഹൻകുമാർ XMLA അവർ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ G. സുബോധനൻ അവർ, ബഹുമാന്യനായ മുൻ KPCC ഉപാധ്യക്ഷനും MLA ശ്രീ T. ശരത്ചന്ദ്ര പ്രസാദ് അവർ, KPCCയുടെ മുൻ ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് അവർ, ജനറൽ സെക്രട്ടറി KPCCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാന്യ ശ്രീ GS ബാബു അവർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, മുഴുവൻ ആളുകളെയും ഏറ്റവും ആദരണീയനായി ഞാൻ നമ്മുടെ നോർത്ത് ഈസ്റ്റിന്റെ ചുമതല വഹിക്കുന്ന, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ അഡ്വക്കേറ്റ് ശ്രീ മാത്യു ആന്റണി അവർ ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹം ഈ പരിപാടി നമ്മുടെ സന്ദർഭവശാലും തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നപ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ അനുസ്മരണ പരിപാടി നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് ഇവിടെ വന്ന് നമ്മുടെ വേദിയെ സമ്പന്നമാക്കിയ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ശ്രീ അഡ്വക്കേറ്റ് ശ്രീ മാത്യു ആന്റണി അവരുടെ ഈ യോഗത്തിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഏവരെയും കേരള പ്രദേശ് കോൺഗ്രസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ സാറിനെ അനുസ്മരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കോൺഗ്രസ് വിശ്വാസികളെയും ജനാധിപത്യ വിശ്വാസികളെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തു കൊണ്ടിരുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, മുൻ മന്ത്രിയും മുൻ MP-യുമായ പ്രിയപ്പെട്ട ശ്രീ K. മുരളീധരൻ അവർ, ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ചേറ്റൂർ ഫൗണ്ടേഷന്റെ ചെയർമാൻ കൂടിയായ വളരെ മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ T.K. നായർ,
വളരെ ചെറിയ പ്രായത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാകുകയും 1934 ഏപ്രിൽ മാസം 24-ാം തീയതി മരണപ്പെടുകയും ചെയ്ത ചേറ്റൂർ ശങ്കരൻ നായരുടെ 91-ാം ചരമവാർഷികമാണെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നാമത്തിലും ഇന്ത്യൻ ദേശീയതയിലും മതനിരപേക്ഷതയിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലും ചരിത്രപരമായ അഭിമാനം കൊള്ളുന്ന മുഴുവൻ ഭാരതീയരുടെയും മലയാളികളുടെയും പേരിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ചേറ്റൂരിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ശിരസ് കുനിച്ച് സ്മരണാഞ്ജലി സമർപ്പിക്കുകയാണ്. ചരിത്രം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നും ജീവിക്കുന്ന അടയാളങ്ങളാണ്. ചരിത്രത്തെ ആർക്കും തൽക്കാലം വേണമെങ്കിൽ സൂര്യനെ കാർമേഘങ്ങൾ കൊണ്ട് മറയ്ക്കാം എന്ന് പറയുന്നത് പോലെ ചിലർക്ക് വേണമെങ്കിൽ ചരിത്രത്തെ ചിലപ്പോഴൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിക്കാൻ വേണ്ടി പറ്റും. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചരിത്രത്തിനെ കളങ്കപ്പെടുത്താൻ വേണ്ടി പറ്റും. എത്ര കളങ്കപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും കളങ്കപ്പെടുത്താൻ ശ്രമിച്ചാലും ചരിത്രമെന്നും സത്യമായി നിലനിൽക്കും. ഈ ചരിത്ര സ്മരണ കൂടി നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നമ്മളെല്ലാവരെയും അങ്ങേയറ്റം വേദനിപ്പിച്ച, നമ്മളെല്ലാവരെയും മനസ്സിനകത്ത് ഇന്നും വൈകാരികമായ വികാരങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്ന ഭീകരാക്രമണത്തിൽ ഈ രാജ്യത്തിൻ്റെ സ്ഥിരതയെയും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഭീകരവാദികളുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയമായി ജീവൻ നഷ്ടപ്പെട്ട പറയപ്പെട്ട നമ്മുടെ മലയാളി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ആദരാഞ്ജലി അർപ്പിക്കാം. ലോകം മുഴുവൻ ബഹുമാനിക്കപ്പെടുന്ന ഒരുപക്ഷെ ഒരു ആദർശത്തിൻ്റെ വിശ്വാസ പ്രമാണത്തിൻ്റെ അത്യുന്നത പദവിയിലിരിക്കുമ്പോഴും യുദ്ധവെറിയന്മാർക്കെതിരെയും ലോകത്തിലെ സമാധാനകാംക്ഷികൾക്കെതിരെയും പ്രകൃതിക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും മാനവരാശിക്ക് വേണ്ടിയും നിലപാടുകൾ എടുത്ത അതിശക്തനായ ഒരാളായിരുന്നു മൺമറഞ്ഞ ഏതാനും ഇപ്പോഴും ശവസംസ്കാരം നടത്തിയിരുന്ന മാർപ്പാപ്പ. അദ്ദേഹത്തെ ഒരു മത അധ്യക്ഷൻ എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം ഒരുപക്ഷെ വർത്തമാനകാലത്തെ സാമൂഹ്യ വിപ്ലവകാരികളിൽ പ്രഥമീയൻ എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ വേണ്ടി പറ്റും. ഞാൻ 2 തവണ അദ്ദേഹത്തെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലും മറിയം ത്രേസ്യാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പാർലമെന്റ് തൃശ്ശൂരിലെ MP എന്നതിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇത്രമാത്രം നൈർമല്യമുള്ള, ഇത്രമാത്രം സ്നേഹമുള്ള, ഏതാളെയും വശീകരിക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തിന് ഉടമയായ, ഒപ്പം നിലപാടുകളുള്ള, എളിമയുടെയും സാധാരണത്വത്തിൻ്റെയും പ്രതീകമായ മാർപ്പാപ്പയുടെ വേർപാടിലും നമുക്കൊരു നിമിഷം മൗനം പാലിക്കാം, ആദരാഞ്ജലി അർപ്പിക്കാം. ചേറ്റൂരിനെ സ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ സ്വാതന്ത്ര്യ സമരത്തെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ബോധപൂർവം തമസ്കരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തെ പരാമർശിക്കപ്പെടാതിരിക്കാൻ നിവൃത്തിയില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ലാത്തവർ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിൽവാസം അനുഷ്ഠിച്ചതിന് ശേഷം മാപ്പെഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്ത് സ്വാതന്ത്ര്യ സമരത്തെ പിന്നീട് ഒറ്റുകൊടുത്തവർ, ഇന്ത്യയുടെ ജീവാത്മാവും പരമാത്മാവുമായ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന നാഥുറാം വിനായക് ഗോഡ്സയെ മഹത്വൽക്കരിക്കുന്നവർ, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾക്കും RSS സംഘപരിവാർ BJP ശക്തികൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ഒരു പുലബന്ധവുമില്ല. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി എങ്ങനെയൊക്കെ ബ്രിട്ടീഷുകാരുമായി ഒത്തുകളിക്കാം എന്നതിന് സാക്ഷ്യം വഹിച്ചവരാണ് അവർ. അവരുടെ നാമധേയത്തിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെയും പേര് എഴുതി ചേർക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ, RSSനെ നിരോധിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ അപഹരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർ അപഹാസ്യരായി. അവർ ലാൽ ബഹദൂർ ശാസ്ത്രിയെ പോലും അപഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചേറ്റൂർ ഒരു പക്ഷേ ധീരനായ അഭിപ്രായം പറഞ്ഞ ആളാണ്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് മുൻപും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിനും വർത്തമാന കാലത്തും കോൺഗ്രസ് വലിയ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്.
ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിൽക്കുന്ന സംഘിശക്തികളെ പോലെ അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ ആദർശങ്ങൾ ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ പോലെയല്ല. ആരോടും സത്യം തുറന്നു പറയാൻ വേണ്ടിയുള്ള ആർജവത്വമുള്ള നേതാക്കന്മാരാണ് കോൺഗ്രസിന്റെ ജീവാത്മാക്കളും പരമാത്മാക്കളുമായിട്ടുള്ളവർ. ഗാന്ധിജിയോട് അഭിപ്രായ വ്യത്യാസം പറയാൻ ധൈര്യം കാണിച്ച ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ നയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ധൈര്യം കാണിച്ച ആളാണ് ചേറ്റൂർ. ഒരുപക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു ആശയത്തോട് തനിക്ക് യോജിപ്പില്ല എങ്കിൽ ആശയ പ്രൗഢത ഉള്ള ആളുകൾ ആ വ്യത്യസ്ത ആശയങ്ങൾ തീർച്ചയായും പങ്കുവയ്ക്കും. അതിനെ ബഹുമാനിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ ബഹുമാനിക്കുന്ന പ്രസ്ഥാനമായ കോൺഗ്രസിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നെഹ്റുവിനോടോ ഗാന്ധിജിയോടോ വേറെ ഏതെങ്കിലും ദേശീയ നേതാക്കന്മാരോട് ഭിന്നാശയങ്ങൾ പ്രകടിപ്പിച്ച ആളുകളെയെല്ലാം അപഹരിക്കാൻ വേണ്ടി ബോധപൂർവമായ ഒരു ശ്രമമാണ് RSSഉം സംഘപരിവാർ നടത്തുന്നത്. കുറ്റബോധത്തിന്റെ വേട്ടയാടലാണ് അവരെ അതിനെ പ്രേരിപ്പിക്കുന്നത്. കാരണം അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ല. സ്വാതന്ത്ര്യ സമര സേനാനികളായ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരനോട് മാപ്പെഴുതി കൊടുത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ള ജയിലിൽ നിന്നും വിമോചിതനായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നിഴൽ പറ്റാൻ ഇപ്പോൾ അതിയായ മോഹമുണ്ട്. ഒരുപക്ഷെ കുറെ കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് പോകുന്ന നാഥുറാം ഗോഡ്സെക്ക് ക്ഷേത്രങ്ങൾ പണിത് നാഥുറാം ഗോഡ്സെയുടെ വിഗ്രഹങ്ങൾ തീർത്ത് അവിടെ പൂജ നടത്തുന്ന ആളുകളായ ഈ സംഘികൾ കുറെ കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയെ പോലും RSS വൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത്ഭുതപ്പെടേണ്ടത് ഇല്ല. ചേറ്റൂർ ഒരിക്കലും സംഘ ആശയങ്ങളുടെ ഇന്നത്തെ RSSന്റെയും പഴയ ജനസംഘത്തിന്റെയും അതിന് മുൻപുണ്ടായിരുന്ന ഹിന്ദു മഹാസഭയുടെയും ഒന്നും ആദർശങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ആളല്ല. അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അത് ബ്രിട്ടീഷുകാരോടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അവർ കൊടുത്ത പദവികൾ രാജിവെച്ച ആളാണ്. അങ്ങനെയുള്ള ആളെ കോൺഗ്രസ് എന്നും അങ്ങനെയുള്ള ആളുകളെ ബഹുമാനിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്, അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. മലയാളികളെ നമുക്കെല്ലാം അഭിമാനമാണ് ചേറ്റൂർ എന്ന് പറയുന്ന ഒരാൾ വളരെ ചെറിയ പ്രായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി എന്നുള്ളത്. ഒറ്റ വാക്കുകൂടി പറഞ്ഞു നിർത്തുകയാണ്. ഇപ്പൊ ചിലർ ചേറ്റൂരിന്റെ വേരുകൾ അന്വേഷിച്ച് നടക്കുകയാണ്. ചേറ്റൂരിന്റെ പാതകൾ എവിടെയാണെന്ന് നടക്കണം. പാലക്കാട്ട് ചേറ്റൂർ മനയിൽ ജനിച്ച അദ്ദേഹം പാലക്കാട്ടുകാരനാണ് എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും മലയാളികളായ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് അഭിമാനം കുറെ കൂടി കൂടുതലാണല്ലോ. പാലക്കാട് നഗരസഭ ഈ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ചേറ്റൂരിന്റെ നാമധേയത്തിലല്ല അവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പേരിടാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ എന്തെങ്കിലും മനക്കെട്ടിയും കുറ്റബോധം ഉണ്ടായിരുന്നുവെങ്കിൽ ചേറ്റൂരിന്റെ പേരായിരുന്നു കൊടുക്കേണ്ടത്. മലയാളിയല്ലാത്ത, പാലക്കാട്ടുകാരനല്ലാത്ത, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കിട്ടില്ലാത്ത, ഒരുപക്ഷെ ഇന്ത്യയെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ഈ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ മതനിരപേക്ഷതയെ വക്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളുടെ പേരിലാണ് പാലക്കാട് നഗരസഭയിലെ ഒരു സ്ഥാപനത്തിന്റെ പേരിടാൻ വേണ്ടി പോലും BJP RSS സംഘപരിവാറിന്റെ പാലക്കാട് നഗരസഭ ശ്രമിച്ചത്. ചേറ്റൂരിന്റെ പേരിലല്ല. എന്നുള്ള ചേറ്റൂരിന്റെ വീട്ടുപടിക്കൽ അന്വേഷിച്ച് എവിടെയാണ് അദ്ദേഹം ചവിട്ടിയ മണ്ണുള്ളത്, എവിടെയാണോ അദ്ദേഹത്തിന്റെ ഛായാപടം, ആരാണ് അദ്ദേഹം എന്ന് പോലും അറിയാത്ത ചില കോമാളി വേഷം കെട്ടുന്ന ആളുകൾ ഉൾപ്പെടെ അദ്ദേഹത്തെ തേടി പോകുന്നു കാണുമ്പോൾ ഈ 91ാം ചരമവാർഷിക ദിനത്തിൽ സഹതപിക്കാനേ കഴിയുന്നുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ദീപ്തമായ സ്മരണ പുതുക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ബഹുമാന്യനായ K. മുരളീധരൻ അവരെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ പ്രിയ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ ലിജുവും അധ്യക്ഷ പ്രസംഗത്തിൽ TN പ്രതാപനും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ശ്രീ നായർ ഉൾപ്പെടെയുള്ളവർ കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ മറ്റ് വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ ജനിക്കുന്നത് 1857 പാലക്കാട് നഗരത്തിനടുത്തുള്ള മങ്കര പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസവും ഡിഗ്രി വിദ്യാഭ്യാസവും ഒക്കെ മലബാറിൽ തന്നെയായിരുന്നു. പക്ഷേ
നിയമബിരുദം നേടാൻ അദ്ദേഹത്തിന് മദ്രാസിൽ പോകേണ്ടി വന്നത് അന്ന് ഇന്നത്തെ മലബാറിലെ 6 ജില്ലകൾ അന്ന് മദിരാശിയുടെ കീഴിലാണ്. മദ്രാസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച കാലഘട്ടമായിരുന്നു. തിരുവിതാംകൂറിലും കൊച്ചിയിലൊക്കെ രാജാക്കന്മാരിലൂടെയാണ് ഇംഗ്ലീഷുകാർ ഭരിച്ചതെങ്കിൽ മദ്രാസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്ന് മലബാർ ഡിസ്ട്രിക്റ്റാണ്. 6 ഡിസ്ട്രിക്റ്റിനെ കൂടെ ഒരു ജില്ലയായിട്ടാണ് കണക്കാക്കുന്നത്. അത് 956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത് വരെ ഈ 6 ജില്ലകളും അന്നത്തെ മദിരാശി സംസ്ഥാനത്തായി. അന്ന് കൊച്ചിയിലും തിരുവിതാംകൂറിലൊക്കെയുള്ള ജനപ്രതിനിധികൾ, അതായത് 56 മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലെ ജനപ്രതിനിധികൾ തിരുവച്ചിയുള്ളവർ തിരുവനന്തപുരത്തും മലബാറിലുള്ളവർ മദിരാശിയിലേക്കുമാണ് പോയിരുന്നത്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം മദ്രാസിൽ പോയി പ്രാക്ടീസ് ചെയ്യുക. അദ്ദേഹം അവിടെ LLB എടുക്കുകയും പ്രാക്ടീസ് ചെയ്യാനും ആരംഭിച്ചു. സത്യത്തിൽ ആ മദിരാശി യാത്രയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അവിടെ ചെല്ലുകയും പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം 1897 അമരാവതിയിൽ ചേർന്ന AICC സമ്മേളനത്തിൽ അദ്ദേഹം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ കാലത്ത് പ്രസിഡന്റിൻ്റെ കാലാവധി 1 വർഷമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 1 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇന്നൊരു വലിയ വിവാദം നടക്കുന്നുണ്ടല്ലോ. ഒന്ന്, കോൺഗ്രസ്സുകാരൊന്നും അങ്ങനെ ചേറ്റുവിട്ട കാര്യം ശ്രദ്ധിക്കുന്നില്ല. നേരത്തെ പ്രതാപൻ പറഞ്ഞ പോലെ ഇപ്പോൾ സ്വാതന്ത്ര്യസമര സേനാനികളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വാതന്ത്ര്യസമര സേനാനികളെ കോൺഗ്രസിൽ നിന്ന് ദത്തെടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് BJP മാറിയപ്പോൾ അത് ആദ്യത്തെ അവരുടെ ഒരു ടാർഗറ്റ് ചെയ്ത് RSSനെ തന്നെ നിരോധിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ ആയിരുന്നെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 2 ആഴ്ചയായിട്ട് ചേറ്റൂരിൻ്റെ പിന്നാലെ കൂടിയിരിക്കുക. അപ്പം അവർ പറഞ്ഞ ഒരു കാരണം, ചേറ്റൂർ ശങ്കരൻ നായർ നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കാത്തത്. എന്നാൽ അദ്ദേഹത്തിനെ കുറിച്ച് 2 ആഴ്ച മുമ്പ് ഹരിയാനയിൽ വെച്ച് നരേന്ദ്രമോദി ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് നിങ്ങൾ പഠിക്കണം എന്ന് അവിടെയുള്ള ആളുകളോട് പറയുകയും അതിനെ തുടർന്ന് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് സന്ദർശിക്കുകയും പിന്നെ BJPക്കാർ ഇപ്പോൾ അവിടെ ആ പ്രദേശങ്ങൾ സ്ഥിരം കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ ചേറ്റൂർ ശങ്കരൻ നായർ ഇതൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരു വർഗീയവാദിയായിരുന്നില്ല, മതേതരവാദിയായിരുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ചില നടപടികൾ നമുക്ക് യോജിക്കാൻ കഴിയാത്തതായിട്ടുള്ള ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പ്ലസ് മാത്രം പറഞ്ഞാൽ പോരാ, മൈനസ് ഉണ്ടാകും. കാരണം അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ്, ഇപ്പം ഇതിൻ്റെ വർഷം കണക്കാക്കുമ്പോൾ തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് അദ്ദേഹം അഡ്വക്കേറ്റ് ജനറൽ ആകുന്നതും ജഡ്ജിയായി മാറുന്നതും വൈസ്രോയുടെ ഉപദേശക സമിതിയിൽ അംഗമാകുന്നു. ഒരു സ്വാതന്ത്ര്യസമര സേനാനിയാണെങ്കിൽ ഈ സ്ഥാനത്തൊന്നും എത്തില്ല. കാരണം അന്ന് വക്കീൽമാർ കോടതി വിട്ട് ബ്രിട്ടനെതിരെ സമരം ചെയ്യുന്ന കാലഘട്ടം. ആ സമയത്ത് അദ്ദേഹം അഡ്വക്കേറ്റ് ജനറൽ ആവുകയും തുടർന്ന് ജഡ്ജിയാവുകയും ചെയ്തു. വൈസ്രോയുടെ കൗൺസിൽ അംഗമായിരുന്നു. ആ കൗൺസിൽ അംഗമായിരുന്നപ്പോൾ ഇടയ്ക്ക് അദ്ദേഹത്തിന് നാട്ടിൽ വന്ന് പോകാൻ വേണ്ടിയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് മങ്കര റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാകുന്നത്. അദ്ദേഹം ഒരു സ്പെഷ്യൽ സെലൂണിലാണ് അവിടെ വന്നിരുന്നത്. അദ്ദേഹം സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് വരെ ആ സെലൂൺ അവിടെ തന്നെ ഇട്ടിരുന്നുവെന്നും ഇന്നൊക്കെ ചില പത്രങ്ങളിൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള വാർത്തകളുണ്ട്. അപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ബ്രിട്ടനുമായി അദ്ദേഹം ഒരു കോംപ്രമൈസ് ഉണ്ടായോ എന്നുള്ള സംശയം എനിക്ക് പോലും ഉണ്ട്. അപ്പം പിന്നെ ഇന്നത്തെ തലമുറയ്ക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്കിതൊക്കെ ഒരു റിസർച്ച് നടത്തണം. റിസർച്ച് നടത്തുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡാറ്റ അവർക്ക് കിട്ടണം. ആ ഡാറ്റ എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ ഫൗണ്ടേഷൻ അതിൻ്റേതായിട്ടുള്ള പങ്ക് വഹിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുക. അപ്പം ഞാനീ പറയുന്നതിനോട് ശ്രീ നായർ ഉൾപ്പെടെയുള്ളവർക്ക് വിയോജിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞ് ചർച്ച നടത്തണമെന്ന് ഞാൻ പറയും. കാരണം തെറ്റിദ്ധാരണ ഭാവിയിൽ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അദ്ദേഹം ബ്രിട്ടീഷ് കൗൺസിൽ അംഗമായി, വൈസ്രോയുടെ കൗൺസിൽ അംഗമായി. വിദ്യാഭ്യാസ പുരോഗതിയാണ് അദ്ദേഹം
ടാർഗറ്റ് ചെയ്തത്. അതിൽ അദ്ദേഹം കുറേ മുന്നോട്ട് പോയി. പക്ഷെ അദ്ദേഹത്തിന് ഗാന്ധിജിയുമായിട്ടുള്ള ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്, ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അദ്ദേഹം പരസ്യമായിട്ട് എതിർത്തു. ഗാന്ധിജി പറഞ്ഞല്ലോ, ഇംഗ്ലീഷുകാരന് നമ്മളെ ഭരിക്കാൻ അവകാശമില്ല, ഇവർക്ക് ടാക്സ് ചുമത്താൻ അവകാശമില്ല, അങ്ങനെ ടാക്സ് ചുമത്തിയാൽ അതിനെ നമ്മൾ നിഷേധിക്കണം എന്ന് പറഞ്ഞു. അതാണ് പിന്നീട് ഉപ്പ് സത്യാഗ്രഹമൊക്കെ പിന്നെ നടന്നത്. പക്ഷേ ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ പറഞ്ഞത്, സമരം നയിക്കാൻ കുഴപ്പമില്ല, പക്ഷേ നികുതി കൊടുക്കാതിരിക്കുക. ഇപ്പം നമ്മൾ ഈ വൈദ്യുതി ചാർജ് കൂട്ടിയാലും ട്രാൻസ്പോർട്ടിൽ ചാർജ് കൂട്ടിയാലൊക്കെ നമ്മൾ സമരം ചെയ്യും, പക്ഷെ നമ്മൾ ടാക്സ് കൊടുക്കുമല്ലോ. അത് കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റാണ് ഇന്ത്യയിലും കേരളത്തിലും. അന്ന് അങ്ങനെയല്ല. അന്ന് ഇംഗ്ലീഷുകാർ നമ്മൾ അടക്കി വാഴുകയാണ്. ഇപ്പം വിദേശിയാണ്. ആ വിദേശിക്ക് നമ്മളെ ഭരിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അതുകൊണ്ടാണ് നികുതി നിഷേധം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുടെ നിലപാടുകൾ, അതിനെയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ചോദ്യം ചെയ്തത്. ഇവിടെ പ്രധാനൻ സൂചിപ്പിച്ചത് ശരിയാണ്. അംബേദ്കർ ഗാന്ധിജിയെ വിമർശിച്ചിട്ടുണ്ട്, നെഹ്റു വരെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് സുഭാഷ് ചന്ദ്രബോസ് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഗാന്ധിജിയുടെ ആദർശങ്ങളോട് അവർക്ക് യോജിപ്പുണ്ടായി. ഗാന്ധിജിയുടെ ചില തീരുമാനങ്ങളോട് മാത്രമേ യോജിച്ചുള്ളൂ. അല്ലാതെ ഗാന്ധിയൻ ആശയങ്ങളോടും ആദർശങ്ങളോടും ഇവർക്കെല്ലാം യോജിപ്പായിരുന്നു. ഡോക്ടർ അംബേദ്കർ പൂർണ്ണമായിട്ടും, അതാണ് അംബേദ്കറെ ഭരണഘടനയുടെ പൈലറ്റ് ചെയ്യാൻ ഗാന്ധിജി തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. അംബേദ്കർ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല, പക്ഷേ രാജ്യത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ പൂർണ്ണ അജഞ്ചലായിരുന്നു. ഇവിടെ നികുതി കൊടുക്കാതിരിക്കരുത്, നികുതിയും കൊടുക്കണം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വയം സമരവും ചെയ്യാം. ഇത് രണ്ടും കൂടെ അന്നത്തെ കാലത്ത് ഒത്തുകൂടില്ല. ഇന്ന് നമുക്ക് ചെയ്യണം. കാരണം ഇപ്പോൾ സ്വതന്ത്ര ഭാരതമാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സമരങ്ങൾ അതിൽ വിടാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ അന്ന് ഗാന്ധിജിയുടെ നയങ്ങളെ അദ്ദേഹം പൂർണ്ണമായിട്ടും തെളിക്കണം. അതിനുശേഷം അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അത് 1922 അല്ലേ, ഗാന്ധിജിയും അരാജകത്വവും. അതാണ് അതിൻ്റെ മലയാളം. അപ്പോൾ അതിൻ്റെ അർത്ഥം 22 അദ്ദേഹത്തിന് ഗാന്ധിയൻ നയങ്ങളോട് അദ്ദേഹത്തിന് യോജിപ്പെത്തിയില്ല. പക്ഷേ ജാലിയൻ വാലാബാഗിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിലപാട് മാറി. ബ്രിട്ടീഷുകാരോട് അതുവരെ ഉണ്ടായിരുന്ന സോഫ്റ്റ് കോർണറൊക്കെ മാറ്റി വെച്ച് അദ്ദേഹം തനിക്ക് കിട്ടിയ ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ രാജിവെച്ചു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ രാജിവെച്ച് ജാലിയൻ വാലാബാഗ് കേസ് വാദിക്കാൻ ലണ്ടനിൽ പോയിട്ട് അദ്ദേഹം കേസ് വാദിച്ചു. അതിന് അദ്ദേഹത്തിന് കോട്ടലക്ഷ്യത്തിന് ബ്രിട്ടീഷ് കോടതി ഫൈനിട്ടു. അതൊക്കെ പിന്നീട് നടന്ന കാര്യങ്ങൾ 1919 ശേഷം. പക്ഷേ 22 ഗാന്ധിയെക്കുറിച്ചുള്ള പുസ്തകം എഴുതുമ്പോൾ അപ്പോഴും ഗാന്ധിയൻ തത്വങ്ങളോട് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ആ നടപടികൾ വിവാദമായതുകൊണ്ടാണ് അഖിലേന്ത്യാ തലത്തിലൊക്കെ ചേറ്റൂർ ശങ്കരൻ നായരുടെ ചരമവാർഷികമൊന്നും കോൺഗ്രസ് ആചരിക്കാതിരുന്നു. സ്റ്റേറ്റിലും അത് തന്നെയായിരുന്നു അവസ്ഥ. പക്ഷെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അല്ലേ, അരിയോന്ന മാഷുണ്ടല്ലോ, പാലക്കാട് ജില്ലാ കമ്മിറ്റി, കാരണം ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏക മലയാളി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അത് പാലക്കാടുകാരൻ എന്നുള്ളതിൽ പാലക്കാടും, ഇപ്പോൾ നമ്മൾ കേരളവും. കാരണം നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള ആളായതുകൊണ്ടല്ല ചേറ്റൂരിനെ നമ്മൾ അനുസ്മരിക്കാത്തത്. അദ്ദേഹത്തിൻ്റെ ചില നടപടികളോട്, ഗാന്ധിയൻ മൂല്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പാണ് മറ്റ് മുൻ പ്രസിഡന്റുമാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ നൽകാതിരുന്നത് എന്ന് കൂടെ അവിടെ ക്ലിയർ ആക്കണം. പക്ഷേ അദ്ദേഹത്തിന് എന്ത് BJPക്ക് വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. കാരണം അദ്ദേഹം വർഗീയവാദിയായിരുന്നില്ല, മതസൗഹാർദ്ദത്തിൻ്റെ വക്താവായിരുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഇങ്ങനെയുള്ള മഹൽ വ്യക്തികളെ കുറിച്ച് അവരുടെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വസ്തുനിഷ്ഠമായി നമ്മുടെ തലമുറ അറിഞ്ഞിരിക്കണം. കാരണം ചരിത്രം ഒരു വസ്തുതയാണ്. ഈ ഇതിഹാസങ്ങളെ കുറിച്ച് തർക്കമുണ്ടാണ്. നമ്മുടെ കൂട്ടത്തിൽ ദൈവവിശ്വാസികളുണ്ട്, അല്ലാത്തവരുണ്ട്, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ ചരിത്രം അങ്ങനെയല്ല. ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് ഡേറ്റ് മാറ്റാൻ പറ്റില്ല. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളത് 13 15 ആക്കാൻ 17 ആക്കാൻ നമുക്ക് കഴിയില്ല. അത് വസ്തുതയാണ്, നടന്ന കാര്യമാണ്. ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതങ്ങളൊക്കെ ഒരു തുറന്ന പുസ്തകമാണ്. അതിനെക്കുറിച്ച് ഭാവി തലമുറ ചർച്ച ചെയ്യണം. ഇനി മുതൽ ചേറ്റൂർ ശങ്കരൻ നായരുടെ ഈ സ്മരണ എല്ലാ വർഷവും KPCC അല്ല. കാരണം
ചരിത്രം ഒരിക്കലും വളച്ചൊടിക്കാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളോട് വിയോജിപ്പുള്ളപ്പോൾ തന്നെ ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഇതൊക്കെ പറയാൻ ചരിത്രമാണല്ലോ. കോൺഗ്രസിന് ഇതുവരെ ഒരു പ്രസിഡന്റ് കേരളത്തിൻ്റെ പുറത്ത് കേരളത്തിൻ്റെ അകത്തുണ്ടായിട്ടില്ല. ഏറ്റവും ശങ്കർ നാരായണിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പറയുമ്പോൾ 78 വർഷം തികയാൻ പോവുകയാണ്. പക്ഷെ ഒരു മലയാളിയായിട്ടുള്ള ഒരു പ്രസിഡന്റ് വന്നിട്ടില്ല. അപ്പം നമുക്ക് കുറച്ചൊരു അഹങ്കാരമുണ്ട്, നമ്മുടെ ഒരാളിങ്ങനെ ഈ സ്ഥാനത്തൊക്കെ ഇരുന്നു. എന്നാൽ വിയോജിപ്പുണ്ട്. ഇത് രണ്ടും നിലനിർത്തിക്കൊണ്ട് നമുക്ക് പോകണം. ആ രീതിയിൽ ഒരു പുതിയ തുടക്കമാവട്ടെ ഈ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനാചരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചേറ്റൂരിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ നേരത്തെ പറഞ്ഞാൽ 26 നമ്മുടെ സഹോദരന്മാർ അവർ അതിക്രൂരമായി കാശ്മീരിൽ കൊലയ്ക്കപ്പെട്ടു. അതിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാനെതിരെ എൻ്റെ സെക്യൂരിറ്റി വ്യവസ്ഥയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ ബാക്കിയുണ്ട്. പക്ഷെ ഇപ്പോൾ പറയേണ്ട കാര്യമല്ല, അത് നമുക്ക് നാളെ ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പോഴ് ആ ശക്തികൾക്കെതിരെ ശക്തമായി പോരാടാൻ നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഏറ്റവും അധികം പരിഷ്കരണവും അതേ സമയത്ത് പഴയതിനെയും പുതിയതിനെയും സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ ബോഡി ഇപ്പോഴും സംസ്കരിച്ചിട്ടില്ല. കേരള സർക്കാരിൻ്റെ ദുഃഖാചരണം ഇന്നലെയാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് 26 പേർ മരിച്ചു കിടക്കുന്നു, മറുഭാഗത്ത് പോപ്പ് റോമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇതിൻ്റെ ഇടയിലും കേരളം ഭരിക്കുന്നവർ ഒരു പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ഇത്രയും മാമാങ്കമായി നടത്തേണ്ടിയിരുന്നോ എന്ന് അവരൊന്ന് ചിന്തിക്കണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നുള്ളൂ. സർക്കാരിൻ്റെ വാർഷികത്തിനും ഇന്നലെ അവധി ഉണ്ടായില്ല. ഔദ്യോഗിക ദുഃഖാചരണം ഇന്നലെയായിരുന്ന ദിവസം തന്നെ ദുഃഖാചരണത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി സ്വന്തം പാർട്ടി ഓഫീസ് ആർഭാടത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ദിവസമായിരുന്നോ ഇന്നലെ എന്ന് വിവരമുള്ള അവരുടെ പാർട്ടിക്കാർ ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യും. എല്ലാവർക്കും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമത് ഏവർക്കും നന്ദി, നമസ്കാരം.